കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സംശയങ്ങളായിട്ടാണ് എൻ്റെ അടുത്ത് എല്ലാവരും വന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സംശയത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. രാവിലെ 5 മണിക്ക് KSRTC സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഈ യാത്ര. പോകുന്നതിന് മുമ്പ് ATM കയറാൻ മറക്കണ്ട. പ്രത്യേകിച്ച് പൈസയുടെ ആവശ്യമൊന്നും വരുന്നില്ലെങ്കിലും റേഞ്ച് ഇല്ലാത്തൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് പൈസ കയ്യിൽ കരുതാം. കൂടെ പവർ ബാങ്കും മറക്കണ്ട. കൃത്യം 8 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങും. ഇവിടെ ഫുഡ് നമുക്ക് അൺലിമിറ്റഡ് ആണ്. ബസ് ഫെയർ വരുന്നത് 730 രൂപയാണ്. അതുകൂടാതെ അന്നത്തെ ഭക്ഷണത്തിന്റെ പൈസയും ഓരോ സ്പോട്ടിലെ എൻട്രി ഫീസും കൂടി നോൺ വെജുകാർക്ക് 470ഉം വെജുകാർക്ക് 430ഉം കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ഈ യാത്രയുടെ ഫെയർ വരുന്നത് 1300 ഉള്ളിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂം സൗകര്യമുണ്ട്. ശരിക്കും പൈതൽ മലയുടെ എൻട്രി വരെ ബസ് പോകേണ്ടതാണ്. പക്ഷെ അന്ന് കഷ്ടകാലത്തിന് വഴിയിൽ ഒരു സ്കൂൾ ബസ് ബ്രേക്ക് ഡൗൺ ആയി. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ഡ്രൈവർ സുധീഷ് ഏട്ടനും കണ്ടക്ടർ രാഹുലേട്ടനും കൂടെ ഒരു ജീപ്പ് സർവീസ് സെറ്റ് ചെയ്ത് തന്നു. അതും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. 10:30 പൈതൽ മലയുടെ കുഞ്ഞു ട്രക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ബോർഡിൽ കണ്ടില്ലേ, പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ഇവിടേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ബാഗ് ഫുള്ള് സെർച്ച് ചെയ്യും. അതുകൊണ്ട് അനാവശ്യമായി ബിസ്ക്കറ്റ്, കേക്ക്, അമ്മാതിരി സാധനങ്ങളൊന്നും എടുത്തു പോകണ്ട. കൊണ്ടുപോയാൽ അവർ അവിടെ നിന്ന് നമ്മളെ കഴിപ്പിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്സിൽ സൂക്ഷിക്കാം. സ്ഥലത്തിന്റെ ഭംഗി ഞാൻ പറയണ്ടല്ലോ. എന്റെ ക്യാമറയ്ക്ക് ഇതിന്റെ 110% ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ചെറിയ മക്കളെയും കൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ രണ്ടും കൽപ്പിച്ച് മാത്രം വന്നാൽ മതി. കാരണം ഒറ്റയ്ക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ തന്നെ നല്ല ടാസ്ക് ആണ്. പക്ഷെ നല്ല രസമാണ്. ഈ കയറിയതിന്റെ ക്ഷീണമൊക്കെ അതാ ഇവിടെ എത്തുമ്പോൾ മാറും. അത്രയും നല്ല വ്യൂ ആണ്. ഇതിപ്പോ നമ്മൾ ഹിൽ ടോപ്പ് എത്തിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് വാച്ച് ടവറിലേക്ക് ഇനിയും നടക്കാനുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗൈഡ് ഉണ്ട്. അവർ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുതരും. എൻട്രി പോയിന്റ് നിന്ന് ഇവിടേക്ക് 2.5 കിലോമീറ്റർ ആണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്കത് 5 കിലോമീറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യം 2 മണിയാകുമ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകും. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ലഞ്ച് എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു. കുഴപ്പമില്ല, അത്ര തന്നെ. പൈതൽ മല വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്നത് ഏഴരക്കുണ്ട് വാട്ടർഫാൾസിലേക്കാണ്. ഇവിടുന്ന് എൻട്രി നമ്മൾ ജീപ്പിലാണ് പോവുക. കുറച്ച് ഓഫ് റോഡ് ഒക്കെ ഉണ്ട്. ഇവിടേക്കുള്ള യാത്ര മുതലാവതാ ഈ കാഴ്ച കാണുമ്പോഴാണ്. ഇവിടുന്ന് ഇങ്ങനെ ഓരോ താഴേക്ക് പോകുമ്പോൾ ഓരോരോ വാട്ടർഫാൾസ് കാണാം. ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ള ഡ്രസ്സ് നമ്മൾ നേരത്തെ കൊണ്ടുവരണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ കാഴ്ച ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സ്പോട്ട് എനിക്ക് അത്ര പേഴ്സണൽ ഫേവറേറ്റ് അല്ലായിരുന്നു. ചിലപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇറങ്ങാത്തോണ്ടായിരിക്കും. ഇവിടുന്ന് കൃത്യം ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് ചായയും കടിയും കിട്ടും. 4:30 തിരിച്ചെത്താൻ പറഞ്ഞത്. എല്ലാവരും വെള്ളത്തിൽ കുളിച്ച് എത്തുമ്പോഴേക്ക് 5 മണിയായി. ഇവിടുന്ന് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പാലക്കയം തട്ട്. കൃത്യം 6 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഒക്കെ 2 സ്പോട്ടിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കോടയും തണുപ്പുള്ളത് ഇവിടെയായിരുന്നു. ഇതാണ് പാലക്കയം തട്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അടിപൊളി സ്പോട്ടാണ്. അവിടെ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ അവിടുന്ന് തിരിച്ചു പോരാൻ തോന്നിയിട്ടില്ല. അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ബസ് കയറിയപ്പോൾ ഏകദേശം ഒരു 7:30 പോയതിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പൈതൽ മലയും പാലക്കയം തട്ടുമാണ്. അവിടുന്ന് തിരിച്ചൊരു 10:45 ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. പിന്നെ എല്ലാവരുടെയും മെയിൻ സംശയം ഇതിന്റെ ബുക്കിംഗ് ആണ്. നിങ്ങളുടെ അടുത്തുള്ള KSRTC സ്റ്റാൻഡിലോ ഡിപ്പോലോ ചെന്ന് അന്വേഷിച്ചാൽ മതി. ഇതിന്റെ ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടും. ഇവർക്ക് ഇതുപോലെ എല്ലാ മാസവും ഓരോ ഡേറ്റിലായിട്ട് പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒരു ചാർട്ട് കലണ്ടർ ആയിട്ട് അവർ നമുക്ക് അയച്ചു തരും. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. തലേന്നാണ് ബുക്കിംഗ് ചെയ്യുക. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി.